രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉയർന്ന ആരോപണം അതീവ ഗൗരവത്തിലുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പീഡന പരാതികളിൽ ആരോപണ വിധേയരായവരെ ഇത്രയും സംരക്ഷിച്ച മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി. ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കൽ, അത് നടത്തിയില്ലെങ്കിൽ കൊല്ലുമെന്ന ഭീഷണി, ഇതിനെതിരെ പോലീസിന് നടപടിയെടുത്തുകൂടെ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇത്. നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും. രാഹുലിന് പ്രതിപക്ഷ നേതാവ് സംരക്ഷണം ഒരുക്കിയത് ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി. ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇനിയും ചിലത് പുറത്തു വരാനുണ്ടെന്ന സൂചന നൽകുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാചകങ്ങൾ. ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്ക് ഉള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. CPM കളിക്കാൻ നിൽക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണിക്ക് മറുപടി ഇത്. വരട്ടെ. ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിട്ട MLA-മാരെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്ന തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി. പാർട്ടി കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും രാജിക്കാര്യം വ്യക്തിപരമായി തീരുമാനിക്കേണ്ടതാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.